ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമലൈക്കും. എല്ലാ പ്രേക്ഷകർക്കും റംലാൻ മുബാറക്. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങ് വിണ്ണിലെ പൊന്നമ്പിളിയുടെ പരിശോഭയും ഇങ്ങ് മണ്ണിലെ വ്രതാനുഷ്ഠാനങ്ങളുടെ പരിശുദ്ധിയും ഒത്തുചേരുന്ന ഈ പുണ്യ റംലാൻ മാസത്തിൽ കേരള വിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസ്. ഈ മത്സരത്തിലേക്കായി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 9400714767 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഒരു മത്സരാർത്ഥിയോട് 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്നവർക്ക് ചങ്ങരംകുളം സിൻസിയർ ഹോം വേൾഡ് നൽകുന്ന ആകർഷകമായ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസ്. ആരാണ് സംസാരിക്കുന്നത്? ഷഹർബാൻ. എവിടെ നിന്നാണ്? കല്ലായി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഷഹർബാൻ, ഇത്ത എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ് അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? 3 മക്കള്, ഹസ്ബൻഡ് നാട്ടിലുണ്ടോ? ഇല്ല. ഓക്കെ, 3 മക്കളാണ്. സ്കൂളിലൊക്കെ പോകുന്നവരാണല്ലേ? അതെ. റംലാൻ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി? റംലാനായിട്ട് എന്താ, വീട്ടിലുള്ള പരിപാടികൾ തന്നെ ആണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മത്സരത്തിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോ ചോദ്യങ്ങളിലോട്ട് പോവാം. ഓക്കെ, എന്നാ ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ പരസ്യമായി ഇസ്ലാം മതവിശ്വാസം പ്രഖ്യാപിച്ച ആദ്യ വ്യക്തി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് വേണ്ടേ? ചോദ്യം മനസ്സിലായോ? പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ പരസ്യമായി ഇസ്ലാം മതവിശ്വാസം പ്രഖ്യാപിച്ച ആദ്യ വ്യക്തി ആരായിരുന്നു? പരസ്യമായി ഇസ്ലാം മതവിശ്വാസം പ്രഖ്യാപിച്ച ആദ്യ വ്യക്തി ഒരു നബിയാണ്. ഓക്കെ, ഓപ്ഷൻസ് തരാം. 3 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നല്ല ആലോചിച്ചിട്ട് പറഞ്ഞോ. ചോദ്യം റിപ്പീറ്റ് ചെയ്യണോ? ചോദ്യം മനസ്സിലായിട്ടുണ്ടോ? ചോദ്യം മനസ്സിലായിട്ടുണ്ടോ? ചോദ്യം റിപ്പീറ്റ് ചെയ്യണോ? ഓപ്ഷൻസ് ഇതാണ്. അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പരസ്യമായി ഇസ്ലാം മതവിശ്വാസം പ്രഖ്യാപിച്ച ആദ്യ വ്യക്തി ആരാണെന്നുള്ളതാണ്. ഉറപ്പാണോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടും, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉറപ്പാണോ? ഓക്കെ, എന്നാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉറപ്പാണോ? ഉറപ്പാണ്. ആരെങ്കിലും അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ? മക്കളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ? അത് ശരി, മോളാണോ പോയി ആൻസർ പറഞ്ഞു തന്നത്? ഓക്കെ, എന്തായാലും ഉത്തരം തെറ്റാണ്. അലി റളിയല്ലാഹു അൻഹു ആണ് കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്തതിൽ നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഹാപ്പി ആയിട്ടിരിക്കുക.
ഓക്കെ, എന്നാൽ ശരി. അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. വെൽക്കം ടു സിൻസിയർ ഹോം വേൾഡ് റമലാൻ ഇസ്ലാമിക് ക്വിസ്. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് റിനീഷ് താജു എന്നാണ്. എന്താണ്? റിനീഷ് താജു. റിനീഷ് ഷാജു. റിനീഷ്, ഹലോ. ഹലോ, എന്താണ് പേര് പറഞ്ഞത്? റിനീഷ് താജു. റിനീഷ് ഷാജു. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? തിരൂരിന്നാണ്. തിരൂരിന്നാണ്. തിരൂര് എവിടുന്നാണ്? തിരൂര് മുത്തൂര് എന്ന് പറയും. ഓക്കെ, മുത്തൂരിന്നാണ് അല്ലേ. എന്ത് ചെയ്യുന്നു റിനീഷ്? ഞാൻ പുറത്ത് ദുബായിലാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇപ്പൊ നാട്ടിൽ വന്നതാണ്. അതെ അതെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് വൈഫുണ്ട്, മകനുണ്ട്, ഉമ്മ ഉണ്ട്. ആ, ഓക്കെ ഓക്കെ. പിന്നെ അനിയത്തിമാർക്ക് അവരുടെ വീട്ടിലാണ്. അനിയന്റെ ഗൾഫിലാണ്. ആ, ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വിളിക്കുന്നത്? ആദ്യമായിട്ട് വിളിക്കുന്നത്. ആദ്യമായിട്ട് വിളിക്കുകയാണ്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോയാലോ? ഓക്കെ, ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ, റെഡി അല്ലേ? റെഡിയാണ്, പറഞ്ഞോളൂ. ഓക്കെ, റമലാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് പറയട്ടെ? പറഞ്ഞോളൂ. ഓക്കെ, പറഞ്ഞോളൂ. തടഞ്ഞു വെക്കുക, കരിച്ചു കളയുക, അകന്നു നിൽക്കുക. കരിച്ചു കളയുക. കരിച്ചു കളയുക ഉറപ്പാണ്? ഉറപ്പാണ്. സംശയമൊന്നുമില്ല? സംശയമില്ല. ഓക്കെ, കരിച്ചു കളയുക ശരിയായിട്ടുള്ള ഉത്തരാണ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ 3 ഉത്തരവും പറയുകയാണെന്നുണ്ടെങ്കിൽ ചങ്ങരകുളം സിൻസിയർ ഹോം വേൾഡിന്റെ ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. പക്ഷെ അതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. കിട്ടുമല്ലോ അല്ലേ? ആത്മവിശ്വാസം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. യഹ്യ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു കിതാബ് അഥവാ വേദഗ്രന്ഥം മുറുകെ പിടിക്കുവാൻ കൽപ്പിച്ചു. ഏതാണ് ആ ഗ്രന്ഥം? യഹ്യ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു കിതാബ് അഥവാ വേദഗ്രന്ഥം മുറുകെ പിടിക്കുവാൻ കൽപ്പിച്ചു. ഓക്കെ, ഏതാണ് ആ ഗ്രന്ഥം? അതാണ് ചോദ്യം. അറിയോ? ആരെങ്കിലും ഉണ്ടോ അവിടെ സഹായിക്കാനായിട്ട്? ഓക്കെ, എല്ലാവരോടും ഒന്ന് ചോദിച്ചു നോക്കിയേ ഏതാണ് ഉത്തരം എന്നുള്ളത്. എന്താണ്? ഒരു ക്ലൂ തരാം. മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട ഗ്രന്ഥം തന്നെയാണിത്. തൗറാത്ത്. ഉറപ്പാണ്? ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇറ്റ്സ് ഓൾസോ റൈറ്റ് ആൻസർ. ഹാപ്പി അല്ലേ? ഓക്കെ, ഇനി 3ാമത്തെ ചോദ്യം ശരിയാക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് ഉറപ്പാണ്. അപ്പൊ മാക്സിമം ആലോചിച്ച് പറഞ്ഞോട്ടോ. ഓക്കെ, അപ്പൊ 3ാമത്തെ ചോദ്യം ഇതാണ്. ഖുറാനിന്റെ തലവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂറത്ത് ഏതാണ്? ഖുറാനിന്റെ തലവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ ആണോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതാണ്? ഖുറാനിന്റെ തലവൻ അതിൽ തന്നെ ഉണ്ട്, ഏതാണെന്നുള്ളത്. സൂറത്തുൽ യാസീൻ ആണോ? ഒരു ക്ലൂ തന്നാലോ? കിട്ടുവോ? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണ് ഈ സൂറത്ത്. സൂറത്തുൽ ബഖറ. റൈറ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ചങ്ങരകുളം സിൻസിയർ ഹോം വേൾഡിന്റെ ഒരു ആകർഷകമായിട്ടുള്ള സമ്മാനം വീട്ടിലെത്തുന്നതാണ് കേട്ടോ. ഓക്കെ, പേരെന്താണ് പറഞ്ഞത്? റിനീഷ് ഷാജു. ഷാജു. ഓക്കെ, റിനീഷ് ഷാജു. സാജു. സാജു അല്ലേ?
ആ അതെ അതെ. ഓക്കെ, റിനീഷ് സാജു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും വിളിക്കണം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ റംലാനൊക്കെ ഉഷാറാക്കുക. എന്താണ് റംലാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ? ഇന്നത് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഓക്കെ ഓക്കെ, എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് നിങ്ങൾക്കും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ് 9400714767. അപ്പോൾ ഒരു മത്സരാർത്ഥിയോട് 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറയുന്ന വ്യക്തിക്ക് ചങ്ങരംകുളം സിൻസിയർ ഹോം വേൾഡിൻ്റെ ആകർഷകമായ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ഫെസാൻ താജ്. ഞാൻ GME+ തിരൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, 5ാം ക്ലാസ്. ഓക്കെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലേ. ഏത് സ്കൂളെന്ന് പറഞ്ഞ്? GME+ തിരൂർ. ഓക്കെ ഓക്കെ ഓക്കെ. എവിടുന്ന വിളിക്കുന്നേ? സ്ഥലം എവിടെയാണ്? പരനേക്കാട്. എവിടെ? തിരൂര് പരനേക്കാട്. പരന്നേക്കാട്, പാൻ ബസാറിന്റെ അടുത്ത്. സ്കൂളിന്റെ അവിടെ. ഓക്കെ ഓക്കെ. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഉമ്മ, ഞാന്, പപ്പ, ഇപ്പ, മമ്മ, പിന്നെ എന്റെ ഉമ്മാന്റെ അനിയത്തി. ഓക്കെ, അപ്പൊ വലിയ കുടുംബാണ്, എല്ലാരും കൂടിയാണ് പോകുന്നത്. ഓക്കെ. അപ്പോ ആദ്യമായിട്ടാണോ ഇങ്ങനൊരു പ്രോഗ്രാമിലോട്ട് വിളിക്കുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ റെഡിയാണ്, ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാനായിട്ട് നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോ നമുക്ക് ചോദ്യങ്ങളോട്ട് കടന്നാലോ? എന്താണ് എന്താണ്? ഓക്കെ, എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ചോദ്യങ്ങൾ തന്നെ ചോദിക്കാം. എന്തായാലും ആൻസർ ചെയ്യണം, ഉറപ്പല്ലേ? കോൺഫിഡന്റ് അല്ലേ? അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. മദീനയിൽ എത്തിയ ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി നിർമ്മിച്ച പള്ളിയുടെ പേരെന്താണ്? ചോദ്യം മനസ്സിലായോ? ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: മസ്ജിദു ഖുബ, മസ്ജിദു നബവി, മസ്ജിദു അബൂബക്കർ. ഏതാണ്? മസ്ജിദു ഖുബ, മസ്ജിദു നബവി, മസ്ജിദു അബൂബക്കർ. മസ്ജിദു ഖുബ ഉറപ്പാണ്? ഉറപ്പാണ്, ഷുവറാണ്, സംശയമൊന്നുമില്ല? ഓക്കെ, ആരാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്? ആരാണ്? ഉമ്മയാണ്. അപ്പൊ മസ്ജിദ് ഖുബ നമുക്ക് ഉറപ്പിച്ചാലോ? നോക്കാം. ഓക്കെ, അപ്പൊ മസ്ജിദ് ഖുബ ശരിയായിട്ടുള്ള ഉത്തരാണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ 3 ചോദ്യങ്ങളും ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. സിൻസിയർ ഹോം വേൾഡിന്റെ, ചങ്ങരകുളം സിൻസിയർ ഹോം വേൾഡിന്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോ അടുത്ത ചോദ്യം എന്താന്ന് നോക്കാം. ഉമ്മ റെഡിയാണ്, മോള് റെഡിയാണ്. അപ്പൊ നമുക്ക് അടുത്തതിൽ കടന്നു. മോനാണോ ഇത്? പേരെന്താ പറഞ്ഞത്? ഫിസാൻ സാജ്. ഷെസാൻ. ഓക്കെ ഓക്കെ, മോനാണല്ലേ. ഓക്കെ, അപ്പൊ മോന് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 4 തവണ. പെട്ടെന്ന് പറഞ്ഞല്ലോ. അറിയായിരുന്നോ മുന്നേ തന്നെ? ഓക്കെ ഓക്കെ, അപ്പോ റൈറ്റ് ആൻസർ ആണ്, ശരിയായിട്ടുള്ള ഉത്തരാണ്. അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് റംലാനായിട്ട് എന്തൊക്കെയാ പരിപാടി മോന്റെ? അപ്പൊ ഇന്ന് ക്ലാസ് ഒന്നുമില്ല? ഇന്ന് ക്ലാസ് ഒന്നുമില്ല?
എന്നാ എന്റെ സ്കൂളിലാണ് USS. അതാ. USS ആണ്, എക്സാം ആണ്. അപ്പൊ മോൻക്ക് ക്ലാസ് ഇല്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? സുഹൃത്തുക്കളൊക്കെ കുറെ ഉണ്ടോ? സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആണ്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താണ്? മുഹമ്മദ് ഇസാൻ. അപ്പൊ മുഹമ്മദ് ഇസാൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും അല്ലേ? ഓക്കെ, മോൻ പറയാ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഞാൻ പങ്കെടുത്തെന്നൊക്കെ പറയാ. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ആലോചിച്ചിട്ട് ഉത്തരം പറയാ. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അള്ളാഹുവിന്റെ ഒട്ടകം ഇറക്കപ്പെട്ടത് ഏത് സമുദായത്തിലാണ്? അള്ളാഹുവിന്റെ ഒട്ടകം ഇറക്കപ്പെട്ടത് ഏത് സമുദായത്തിലാണ്? ക്ലൂ. ഓക്കെ, ക്ലൂ പറയാം. സൂറത്തുൽ ലുഹായിൽ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂറത്തുൽ ലുഹായിൽ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഒട്ടകം ഇറക്കപ്പെട്ടത് ഏത് സമുദായത്തിലാണെന്നുള്ളതാണ് ചോദ്യം. നന്നായിട്ട് ആലോചിച്ച് നോക്കൂ. സമൂദ്. ഹലോ, ഉറപ്പാണോ? ഉറപ്പിക്കട്ടെ? മോൻക്ക് അതാണ് ഉത്തരം എന്നുള്ളത് ഉറപ്പുണ്ടോ? ഉറപ്പിക്കാം. എന്നാലും ചെറിയൊരു സംശയം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഉറപ്പിക്കട്ടെ? തെറ്റായിട്ടുള്ള ഉത്തരാണ്. ആദ് എന്നുള്ളതാണ് ഉത്തരം, ശരിയായിട്ടുള്ള ഉത്തരം. ആദ് എന്നുള്ളതാണ് സമുദായത്തിന്റെ പേര്. കുഴപ്പമില്ല, എന്തായാലും രണ്ട് ചോദ്യങ്ങൾ ശരിയാക്കിയല്ലോ. മിടുക്കനാണ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനിയും വിളിക്കണം. ഇനിയും ഇങ്ങനെ അവസരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്തായാലും യൂട്ടിലൈസ് ആക്കണം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, റംലാൻ മുബാറക്. എന്നാ ശരി, അസ്സലാമു അലൈക്കും. ഹലോ, വെൽക്കം ടു സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസ്. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് നിസാർ എന്നാണ്. നിസാർ എന്നാണ്. എവിടുന്നാ വിളിക്കുന്നത്? പൊന്നാനി. എന്ത് ചെയ്യുന്നു നിസാർ? ഓക്കെ, ഇപ്പൊ നാട്ടിൽ വന്നതാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ മത്സരത്തിനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിച്ചാൽ റെഡി അല്ലേ? 3 ചോദ്യമാണുള്ളത്. 3 ചോദ്യം ശരിയായിട്ട് പറയണം. അപ്പോ സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് സിൻസിയർ ഹോം വേൾഡിന്റെ ചങ്ങരംകുളം. ഓക്കെ ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ? ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്: പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ പരസ്യമായി ഇസ്ലാം മതവിശ്വാസം പ്രഖ്യാപിച്ച ആദ്യ വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻസ് പറയട്ടെ? ഓക്കെ, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉറപ്പാണോ? ചോദ്യം മനസ്സിലായോ എന്താന്നുള്ളത്? അതെ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ പരസ്യമായി ഇസ്ലാം മതവിശ്വാസം പ്രഖ്യാപിച്ച ആദ്യ വ്യക്തി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അറിയോ? ഓക്കെ, അപ്പൊ ഉറപ്പാണ് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നുള്ളത്? ആക്ച്വലി ഉമർ റളിയല്ലാഹു അൻഹു അല്ല, ശരിയായിട്ടുള്ള ഉത്തരം അലി റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും വിളിച്ചല്ലോ. ഓക്കെ, ഇനിയും അവസരങ്ങൾ ഉണ്ടായിരിക്കും, അത് യൂട്ടിലൈസ് ആക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അസ്സലാമു അലൈക്കും.
അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോംവർക്ക് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ജിൻഷ എവിടുന്ന് വിളിക്കണു? പറനേക്കാട്. ഓക്കെ, ഇപ്പോ മുന്നേ വിളിച്ച കുട്ടിയുടെ ആരെങ്കിലും ആണോ? ഉമ്മാടെ സിസ്റ്റർ ആണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാടെ സിസ്റ്റർ ഉണ്ടെന്ന്. ഓക്കെ, ജിൻഷ അവരുടെ കൂടെ തന്നെയാണോ നിൽക്കുന്നത്? എന്ത് ചെയ്യുന്നു ജിൻഷ? MLT പഠിക്കുകയാണ്. MLT ഏത് ഇയർ ആണ്? സെക്കൻഡ് ഇയർ. എവിടെ പഠിക്കണേ? അപ്പൊ എന്താണ് റംലാനായിട്ട് എന്തൊക്കെയാ പരിപാടി? റംലാനായിട്ട് എന്തെങ്കിലും പ്ലാനിങ്സ് ഒക്കെ ഉണ്ടോ? വേറെന്തൊക്കെയാ പ്ലാനിങ്സ്? അതന്നെ അല്ലേ, ചെയ്യാൻ പറ്റട്ടെ. നല്ല നല്ല കാര്യങ്ങൾ കുറേ ചെയ്യാൻ പറ്റട്ടെ. അപ്പോ നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. ഗിഫ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ? ശരി ഉത്തരം പറയോ? കോൺഫിഡന്റ് ആണോ? ഓക്കെ, ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. ചെറുപ്പകാലത്ത് മറിയം ബീവിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത പ്രവാചകൻ ആരാണ്? ചോദ്യം മനസ്സിലായല്ലോ? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സക്കരിയ അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം. സക്കരിയ അലൈഹിസ്സലാം ഉറപ്പാണോ? ഒരു സംശയമില്ല. എന്താണ് ഇത്ര ഉറപ്പിക്കാൻ കാരണം? എന്താണ്? കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു സംശയമില്ല, ഉറപ്പാണ്. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂടെ? ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ചെറുപ്പകാലത്ത് മറിയം ബീവിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം ആൻഡ് അയ്യൂബ് അലൈഹിസ്സലാം. സക്കരിയ അലൈഹിസ്സലാം ആണ്. അതെന്നെ പിടിച്ചു നിൽക്കാണല്ലേ? സംശയമൊന്നുമില്ല. സക്കരിയ അലൈഹിസ്സലാം ഉറപ്പിക്കാം. ഓക്കെ, അപ്പോ സക്കരിയ അലൈഹിസ്സലാം തെറ്റായിട്ടുള്ള ഉത്തരാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഇദ്രീസ് അലൈഹിസ്സലാം ആണ്. ഓക്കെ, കുഴപ്പമില്ല, ഇനിയും വിളിക്കാം. ഓക്കെ ഓക്കെ, എന്നാ ശരി. അസ്സലാമു അലൈക്കും. റംലാൻ മുബാറക്. അപ്പോൾ സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് നിങ്ങൾക്കും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9400714767. അപ്പോൾ ഒരു മത്സരാർത്ഥിയോട് 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്നവർക്ക് ചങ്ങരംകുളം സിൻസിയർ ഹോം വേൾഡ് നൽകുന്ന ആകർഷകമായ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലെ ഇന്നത്തെ നമ്മുടെ വിജയി റിനീഷ് സാജു ആണ്. അപ്പോൾ റിനീഷ് സാജുവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.